വെൽക്കം ബാക്ക് ടു CoDrive. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 5 സ്പീഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ചെറിയൊരു ബ്രീഫ് തരാം. ഈ ഒരു ചാനലിൽ നമ്മൾ കാസിൻ്റെ വീഡിയോസാണ് ചെയ്യാറുള്ളത്. പുതിയ വണ്ടികളെക്കാളും കുറച്ച് പഴക്കം ചെന്ന കാസിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത്. അതിലും കൂടുതലായിട്ട് നമ്മുടെ ഈ കുഞ്ഞ് 800നെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടാറുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയിലോട്ട് നിങ്ങൾക്കും വരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 5 സ്പീഡിൻ്റെ ഒരു ലോങ് ടേം സർവീസ് ആണ്. ഈ ഒരു വണ്ടി നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 വർഷം ആവാറായിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ 2 വർഷം കംപ്ലീറ്റ് ആകും. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 5 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ 4 സ്പീഡിനേക്കാൾ എക്സ്പെൻസീവ് ആണോ, ആണെങ്കിൽ എത്രത്തോളം വ്യത്യാസം വരും എന്നൊക്കെ മിക്കവാറും ഞാൻ കേൾക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഒരു ക്ലിയർ ആൻസർ കൊടുക്കാനായിട്ട് എനിക്ക് അപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ ഞാൻ അങ്ങനെ മേജറായിട്ടുള്ള വർക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു. റെഗുലർ സർവീസും പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലാതെ ഞാൻ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പണിയായിട്ടുണ്ട്. മേജർ വർക്ക് എന്ന് പറഞ്ഞെങ്കിലും ഭയങ്കരമായ പണി, അതായത് എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വേറെ കുറച്ച് മെക്കാനിക്കൽ വർക്ക്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ കൂടുതലും കൊല്ലം, ആലപ്പുഴ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. കുറച്ച് നാൾക്ക് മുന്നേ ഈ ഒരു റൂട്ടിൽ വന്നവർക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഈ റോഡുള്ളത്. ഇപ്പോൾ നടക്കുന്ന റോഡ് എക്സ്പാൻഷൻ വർക്ക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതിനു മുന്നേ ഈ ഒരു റൂട്ട് പ്രത്യേകിച്ച് കായങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കുഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കുഴികളായിരുന്നു ഈ ഒരു റൂട്ടിലുള്ളത്. ഓരോ കുഴിയിൽ വീഴുമ്പോഴും അത്രയും ഫ്രസ്ട്രേഷൻ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ അത്രയും ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ സ്പീഡിൽ പോകുന്ന കാര്യമല്ല പറഞ്ഞത്, നമ്മൾ ഏറ്റവും പതുക്കെ പോകുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് നോട്ടീസബിൾ ആയിട്ടുള്ള ചെറിയൊരു സൗണ്ട് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ എൻജിൻ നോയ്സ് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് കേൾക്കാം. ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് സസ്പെൻഷൻ സൈഡിൽ നിന്നുള്ള സൗണ്ട് ഉണ്ട്, സ്റ്റിയറിംഗ് ബോക്സ് പോയിട്ടുണ്ട്, ബെയറിംഗ് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോൾ അറിയാം ബാക്കി എന്തൊക്കെ പോയിട്ടുണ്ടെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. വർക്ക്ഷോപ്പിൽ കുറച്ച് തിരക്കായിരുന്നതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞുകൂടാതെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ വണ്ടിക്കുണ്ട്. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ആയിട്ട് നമ്മുടെ ബാലൻസിങ് റോഡും സ്റ്റിയറിംഗ് ബോക്സൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ വാർണിംഗ് ലാമ്പ് ഓഫ് ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വാർണിംഗ് ലാമ്പ് ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. വണ്ടി കിട്ടാനായിട്ട് എന്തായാലും നമുക്ക് കുറച്ച് ദിവസം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്തായെന്ന് അറിയാനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നതാണിപ്പോൾ. ഓയിൽ വാർണിങ്ങിൻ്റെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണിപ്പോൾ. ഓയിൽ സ്വിച്ച് മാറിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പ്രശ്നം സോൾവ് ആകുമെന്ന് കരുതുന്നു. ഇത് നമ്മുടെ സ്വന്തം മനോജേട്ടൻ വന്ന് ഹായ് പറഞ്ഞതാണ്. മനോജേട്ടനാണ് ഇവിടുത്തെ പാച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ എല്ലാ പണിയും മനോജേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പ്രശ്നം ഫിക്സ് ചെയ്യാനായിട്ട് സ്പേസ് ഒക്കെ എടുത്തിട്ടും അതിൻ്റെ സൗണ്ട് മാറുന്നില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി വാങ്ങാനാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിക്കണം. സ്റ്റിയറിംഗ് ബോക്സ് അസംബ്ലി 4 സ്പീഡിനും 5 സ്പീഡിനും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. 4000 രൂപ അടുപ്പിച്ചാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. ഇനി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഇറങ്ങാനായിട്ട് ഒരുപാട് ബൈക്കും. ഓക്കെ, സോ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. സോ ഇതിപ്പോൾ വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ടയേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് കിടന്നിരുന്ന ടയേഴ്സ് ട്യൂബ്ലെസ് അല്ല, സോ ഇനി നമുക്കത് ട്യൂബ്ലെസ് ആക്കണം. ടയേഴ്സൊക്കെ മാറ്റി അലൈൻമെൻറ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുകയാണിപ്പോൾ. ഇതിനിടയ്ക്ക് നമുക്ക് വേറൊരു പണി കിട്ടി. നേരത്തെ ട്യൂബുള്ള ടയേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട് ആ വീലിൽ നല്ലപോലെ തുരുമ്പായിട്ടുണ്ട്. അതുകൊണ്ട് അത് ട്യൂബ്ലെസ് ആക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ പുതിയ വീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ സ്പെയർ ഷോപ്പിലോട്ട് വരേണ്ടി വന്നു. എന്തായാലും നമുക്ക് വീൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വീലൊക്കെ സെറ്റാക്കിയിട്ട് വീണ്ടും നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് വന്നു. നല്ല മഴയായിട്ടുണ്ട്. നമ്മുടെ വിൻഡോയുടെ ഗ്ലാസിൻ്റെ ഇടയ്ക്കുള്ള റണ്ണർ ബ്രേക്കായിട്ട് ചെറുതായിട്ട് അകത്തോട്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അത് മാറ്റാനാണ് ഇപ്പോൾ ഈ മഴയത്ത് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഏകദേശം 2 ആഴ്ച ആയപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെന്തൊക്കെ മാറ്റി കോസ്റ്റ് എത്രയൊക്കെയായെന്ന് ഞാൻ പറയാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ തന്നെ വേറെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മാറ്റാനുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത ഒരുപാട് സൗണ്ട് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ സ്പേസ് മാറി നോക്കിയിട്ടും കറക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറേണ്ടി വന്നത്. അതിന് മാത്രം ഒരു 4000 രൂപയ്ക്കകത്ത് കോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലോവർ ആം 2 മാറിയിട്ടുണ്ട്, ബാലൻസ് റോഡ് ബുഷ് മാറ്റിയിട്ടുണ്ട്, പിന്നെ ഇതിൽ വരുന്ന എല്ലാ ഹോസുകളും മാറിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കിലെ ഒരു വീൽ സിലിണ്ടർ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ 3 വീലിലെ ബെയറിങ്സ് പോയിട്ടുണ്ടായിരുന്നു, പിന്നെ മൗണ്ട് മാറിയിട്ടുണ്ട്.
ഫ്രണ്ടിൽ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ബ്രാക്കറ്റൊക്കെ മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബാറ്ററി ഇരിക്കുന്ന ആ ട്രേ പോലുള്ള ഭാഗമൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. സോ ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്പേസ് മാത്രം നമുക്കൊരു 5000 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ ഈ ഒരു ഭാഗം ഫുള്ള് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ ആക്സിലിന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ആക്സിൽ മാറാനുള്ള ഐഡിയ ഒന്നും എനിക്കങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടി സെറ്റാക്കിയ ചേട്ടന് ഇത്രയും ക്ലിയർ ആക്കിയിട്ട് ആക്സിലിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ഒരു സൗണ്ട് കിടക്കുന്നതുകൊണ്ട് അതും കൂടെ ക്ലിയർ ആക്കിയാൽ കൊള്ളാം എന്നൊരു സജഷൻ പറഞ്ഞപ്പോൾ എന്തായാലും അതുകൂടെ ക്ലിയർ ആക്കാം എന്ന് തീരുമാനിച്ചു. നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ ആക്സിൽ അങ്ങനെ റെഡിയായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു. പിന്നെ അതിന് ഒറിജിനലിൻ്റെ അടുത്തുള്ള ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം 4000 രൂപ അടുപ്പിച്ച് എന്തോ ഒരു ആക്സിലിന് കോസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മെക്കാനിക് ഏട്ടൻ എവിടെ ഒത്തിരി ഓടാത്ത ഒരു യൂസ്ഡ് ഒറിജിനൽ ആക്സിൽ തപ്പിയെടുത്ത് തന്നത്. അതൊരു 5000 രൂപയ്ക്കകത്ത് നമ്മളങ്ങ് സെറ്റാക്കി. 2 ആക്സിലിന് കൂടിയിട്ടാണ് നമ്മൾ 5000 രൂപ കൊടുത്തത്. അങ്ങനെ സ്റ്റിയറിംഗ് ബോക്സും ആക്സിലും ബാക്കി നേരത്തെ പറഞ്ഞ സ്പേസും പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ഓയിൽ ഫ്ലഷും ഓയിൽ ചേഞ്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മാത്രം നമുക്ക് 15000 രൂപ അടുപ്പിച്ചാണ് കോസ്റ്റ് വന്നത്. ഇതുകൂടാതെ ഞാൻ മാറേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയ ടയേഴ്സും വീൽസും ഉണ്ട്. ടയേഴ്സിന് 11,000ഉം വീൽസിന് ഒരു 6,000ഉം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വർക്ക്ഷോപ്പിൽ 15,000ഉം പിന്നെ ടയേഴ്സിൻ്റെ 17,000ഉം അങ്ങനെ ടോട്ടൽ 32,000 റുപ്പീസാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഇറക്കിയപ്പോൾ നമുക്കായത്. ഇതിൽ വർക്ക്ഷോപ്പിൽ മാത്രം നോക്കുകയാണെങ്കിൽ അതാണ് മെയിനായിട്ട് മെയിൻ്റനൻസ് എന്ന രീതിയിൽ പറയാവുന്നത്. അതിൽ സ്റ്റിയറിംഗ് ബോക്സിനും ആക്സലിനുമാണ് ഏറ്റവും കോസ്റ്റ് വന്നിട്ടുള്ളത്. സസ്പെൻഷൻ സൈഡിൽ നമുക്ക് ഇത്രയും പണി വന്നത് റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാലും മെയിൻ്റനൻസ് വൈസ് നോക്കുമ്പോൾ എനിക്ക് കോസ്റ്റ് വലിയ പ്രശ്നമായിട്ട് അങ്ങനെ തോന്നിയില്ല. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. പിന്നെ 4 സ്പീഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ സെയിം ആണ്. 4 സ്പീഡിലും 5 സ്പീഡിലും അങ്ങനെ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ ആക്സിലിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ മെക്കാനിക്കൽ വർക്ക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പെയിൻറ്റിംഗ് വർക്ക് കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഫുള്ളല്ല, കറക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഒക്കെ മാറാനുണ്ട്. പിന്നെ ഈ ഒരു ഗാർണിഷ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. സോ തൽക്കാലം ഞാൻ ഈ ഒരു ഗാർണിഷാണ് മേടിച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം കിട്ടിയത് ഞാനിപ്പോൾ വാങ്ങിച്ച് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒറിജിനൽ വരുമ്പോൾ നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ സെയിം കളറായിരിക്കും വരുന്നത്. പിന്നെ ക്വാളിറ്റിയിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.